السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. പാരത്രിക ലോകത്തെ ആദ്യത്തെ വീട് അത് ഖബറാണ്. അവിടെ രക്ഷപ്പെടാൻ ഒരാൾക്ക് സാധിച്ചാൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം വളരെയധികം എളുപ്പവും സന്തോഷകരവുമായിരിക്കും. ഖബറിൽ പരാജയം നേരിടേണ്ടി വന്നാൽ പിന്നീടുള്ള ജീവിതം വളരെയധികം ക്ലേശകരമായിരിക്കും. ഇതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടാൽ അദ്ദേഹം പൊട്ടി കരയുമായിരുന്നു. എത്രത്തോളം അദ്ദേഹത്തിൻ്റെ താടിയിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുമാർ അദ്ദേഹം അത്രത്തോളം കരയുമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്ന ഹാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. അങ്ങനെ ഖബർ കണ്ട് പൊട്ടിക്കരയുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, തുദക്കറുൽ ജന്നത്തു വന്നാറു ഫലാ തബ്കി, നരകത്തെക്കുറിച്ച് നാം എത്രയോ ഉപദേശങ്ങൾ കേൾക്കാറുണ്ട്, അതുപോലെ തന്നെ സ്വർഗത്തെക്കുറിച്ചും നാം ധാരാളം കേൾക്കാറുണ്ട്. അപ്പോൾ പല സ്വഹാബത്തും നരകത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ബോധരഹിതരായി വീഴാറുണ്ട്, പൊട്ടി കരയാറുണ്ട്, പ്രയാസം സഹിക്കാൻ കഴിയാതെ, പേടി സഹിക്കാൻ കഴിയാതെ. പക്ഷേ വതബിക്കി മിൻ ഹാദാ, അതിനേക്കാളെല്ലാം ഈ ഖബർ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഉസ്മാൻ തങ്ങളെ നിങ്ങൾ ഇതുമാത്രം കരയാനുള്ള കാരണം? നിങ്ങളുടെ താടിയിലൂടെ കണ്ണുനീരിങ്ങനെ ധാരധാര ഒഴുകി വീഴുന്നല്ലോ, അതിനു മാത്രം ഖബർ കാണുമ്പോൾ ഇങ്ങനെ കരയാനുള്ള കാരണമെന്താണ്? നരകത്തെക്കുറിച്ച് പറയുമ്പോൾ കരയാത്തത്ര കരച്ചിൽ എന്തുകൊണ്ട് ഖബർ കാണുമ്പോൾ കരയുന്നു എന്ന ചോദ്യത്തിന് മഹാനവർകൾ പറഞ്ഞ മറുപടി, ഫഖാല, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞല്ലോ, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ഖബർ അത് ആഖിറത്തിലെ പാരത്രിക വീടുകളിലെ ഒന്നാമത്തെ വീടാണ് ഖബർ. ആ ഖബറിൽ വല്ലൊരുത്തൻ രക്ഷപ്പെട്ടാൽ ഫഇന്ന ജാ മിൻഹു ഫമാ ബഅദുഹു ഐസറു മിൻഹു, ഖബറിൽ വല്ലൊരുത്തൻ രക്ഷപ്പെട്ടാൽ ശേഷം വരാകുന്ന ജീവിതം അതിനേക്കാൾ എളുപ്പമാണ്. ഖബറിൽ അദ്ദേഹത്തിൻ്റെ അമലുകൾ കാരണം അള്ളാഹു അവൻ്റെ മഹ്ള് ഫള് കൊണ്ട്, കാരുണ്യം കൊണ്ട് പാപങ്ങളൊക്കെ പുറത്തുക്കപ്പെട്ട ആലിമയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം വലിയ സന്തോഷകരമായിരിക്കും. നമുക്ക് നൗമത്തുൽ അറൂസ്, സന്തോഷവാനായി പുതിയാപ്പിള ഉറങ്ങുമ്പോൾ നീ ഉറങ്ങിക്കോ എന്നുള്ള വാർത്ത അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചാൽ പിന്നീട് അങ്ങോട്ട് വരാൻ പോകുന്ന മഹ്ശറയും വിചാരണയും അതേ സിറാത്തുമൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇല്ലം യൻജു മിൻഹു ഫമാ ബഅദുഹു അശദ്ദു മിൻഹു, വല്ലൊരുത്തനും ഖബറിൽ പരാജയപ്പെട്ടാൽ, ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ പ്രയാസപ്പെട്ടാൽ അതിനുശേഷം വരാൻ പോകുന്ന ജീവിതം ഇതിനേക്കാൾ ക്ലേശകരമായിരിക്കും. ഖബറിൽ നമ്മെ സുഹൃത്തുക്കൾ, നമ്മുടെ അയൽവാസികൾ, ബന്ധപ്പെട്ടവർ നമ്മെ യാത്രയാക്കിയവരെല്ലാം മൂടുകല്ല് വെച്ച് മണ്ണുമാരിയിട്ട് മടങ്ങി വന്നാൽ, തിരിച്ചു പോന്നാൽ പിന്നീട് ഖബറാകുന്ന ഇരുട്ടറയിൽ നമ്മൾ ഒറ്റക്കാണ്, നമ്മൾ തനിച്ചാണ്. അവൻ നമ്മെ സഹായിക്കാൻ ഒരാൾക്കും അവിടെ സാധ്യമല്ല. ആ ഒരു സാഹചര്യത്തിൽ അവിടെ എങ്ങാനും നാം കുടുങ്ങിപ്പോയാൽ പിന്നീടുള്ള ജീവിതം വളരെയധികം പ്രയാസകരമായിരിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ നിർത്താൻ കഴിയുന്നില്ല. പേടി കൊണ്ട് ഞാനാകെ വളരെ വിഷമത്തിലാണെന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞുവെങ്കിൽ നാം ഓരോരുത്തരും ഖബറിനെ കുറിച്ച് ആലോചിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഖബറാകുന്ന ഇരുട്ടറയിൽ നമ്മെ കൊണ്ടുപോയി നമ്മുടെ കൂട്ടുകാരും ബന്ധപ്പെട്ടവരും സുഹൃത്തുക്കളും മക്കളും അടക്കം മൂടുകല്ല് വെച്ച് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്റിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞ് 3 പിടി മണ്ണ് വാരിയിട്ട് അവരെല്ലാവരും മടങ്ങി വന്നാൽ പിന്നീട് ആ ഇരുട്ടറയിൽ നമ്മൾ ഒറ്റക്കാണ്. നമ്മെ സഹായിക്കാൻ ഒരാൾക്കും അവിടെ സാധ്യമാകില്ല. വല്ല നന്മകളും അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നാഫിയ ഇൽമ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നാം ചെയ്ത ദാനധർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളല്ലാതെ ഖബറിൽ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരുട്ടാകുന്ന ഖബറിൽ നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അവൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു നമുക്കൊക്കെ സ്വർഗ്ഗം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.